ഹലോ, ഞാനിന്ന് നിങ്ങൾക്കൊരു കഴിവേറിനെ കാണിച്ച് തരാം. അതായത് ഞാൻ ഇവനെ കഴിവേറി എന്ന് വിളിക്കുന്നതിനും കാരണമുണ്ട്. അത് ഇവൻ തന്നെ പറയുന്ന പേരാണ്. അപ്പം അതുകൊണ്ട് ഇവനെ അങ്ങനെ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചാണ്. മനീഷ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. അവർ ഒരു സീരിയലിലും അതുപോലെ കോമഡി ഷോയിലും അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അവർ കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരു സീരിയലുണ്ട്, ആ സീരിയലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ചിത്രീകരണം ഉണ്ടായിരുന്നു. ആ സ്റ്റേജ് ഷോ ആണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു പ്രോഗ്രാം അതിനവർ വന്നിട്ടപ്പോഴത്തേന് അവരൊരു കാര്യം പറഞ്ഞായിരുന്നു, അവരുടെ ലൈഫിനെ കുറിച്ചൊരു കാര്യം അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അത് കിട്ടുവാണെങ്കിൽ ഞാനിവിടെ വെക്കാം കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേനും അതെനിക്കൊരു നോർമലൈസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോഴത്തെ ഒരുപാട് പയ്യന്മാർ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കണ്ടത്. പക്ഷെ ഇവിടെ ഒരുത്തം വന്നിട്ട് അതിനെ ഇട്ട് ആ ചെറുക്കൻ ചെയ്ത കാര്യത്തിനെ വന്നിട്ട് അവൻ കിടന്നിട്ട് കഴിവേറി എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്. ആദ്യം അവൻ്റെ വീഡിയോ നിൽക്കുന്ന കാണിച്ചു തരാം. എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത്. ഇവന് ഇങ്ങനെ വന്ന് പറയാമെങ്കിൽ ഇതിനെതിരെ നമ്മൾ ഒന്നും പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാനൊന്നൊരു സ്ത്രീ അല്ലാതായിപ്പം. അതുകൊണ്ട് തന്നെ ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയതാട്ടോ. ഇതാണ് ആ മഹാത് വ്യക്തി എന്ന് പറയണത്. എന്തോ ഉണ്ണീന്നെങ്ങാണ്ടാണ് ഇവൻ്റെ പേര് ഞാൻ കണ്ടേക്കണത്. അപ്പോൾ ഇവൻ പറയണത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ. ഇതേ ഈ സ്ത്രീ ആരാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഒരു ബിഗ് ബോസ് ഇവൻ അറിയത്തില്ല ആരാന്ന് പറഞ്ഞു തരാടാ മോനെ. ഇതാണ് ഒരു മനീഷ എന്നൊരു ആക്ട്രസ് ആണ്. ഇവർ ടി വിയിൽ സീരിയൽസിലും പിന്നെ കോമഡീസിലും. അപ്പം നീ ഇത് ആരാന്നുള്ളതിൻ്റെ ഡൗട്ട് മാറിയല്ലോ. ഞാൻ ഒരാളെ കുറിച്ച് വന്ന് പറയുമ്പോഴത്തേക്കും നീ അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരു ബിഗ് ബോസ് അങ്ങനെ എന്തോ പരിപാടിയിൽ 4-5 ദിവസം എന്തോ പോയി കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത്. ഇവൻ കണ്ടിട്ടുണ്ട്, ഭാഗ്യം. അതായത് ഈ മനീഷ എന്ന് പറയുന്ന ഈ ചേച്ചി ബിഗ് ബോസ് എന്ന ഷോയിൽ 4-5 ദിവസം നിന്നിട്ടുള്ളതായിട്ട് ഇവൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവൻ ആരാ എന്ന് അറിയാം, എന്നിട്ടാണ് അവൻ ഈ പറയണത്. ഇനി അടുത്ത് കേൾക്കാം. പക്ഷെ ഇവർ പറയണ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കേരളത്തിലുള്ള അമ്മമാര് എല്ലാവരും കേൾക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ് കേട്ടോ. ഇവ പറഞ്ഞു കേട്ടല്ലോ. അത് ഇവൻ പറയണത് നമ്മുടെ കേരളത്തിലെ എല്ലാ അമ്മമാരും കേൾക്കേണ്ട ഒരു കാര്യമാണെന്നാണ് പറയണത്. അപ്പം അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, എന്റെ മകനാണ് എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എനിക്ക് പാഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിരുന്നത്. അത് മാത്രമല്ല, പീരീഡ്സ് ആവുന്ന സമയത്ത് എന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് അവന് മനസ്സിലാവുമായിരുന്നു, അമ്മ പീരീഡ്സ് ആണോ, അമ്മ കിടന്നോളൂ എന്ന് പറയും. കാര്യത്തിലേക്ക് വരാം. ഇനിയാണ് അവൻ്റെ കാര്യം പറയാൻ പോണത്. അതിനു മുന്നേ ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ പീരീഡ്സ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് അപരിചിതമായ ഒന്നാണോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ? പണ്ടൊക്കെ ഇതൊക്കെ ഒരു ഭയങ്കര പ്രൈവസി ആയിട്ട് കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സ്കൂളുകളിൽ വരെ ഈ ആർത്തവം എന്താണെന്നും പീരീഡ്സ് എന്താണെന്നും അതായത് ഫസ്റ്റ് മെൻസ്ട്രേഷൻ പീരീഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാം തന്നെ ഇവൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലടക്കം പറഞ്ഞു കൊടുക്കുന്ന ഒന്നാണ്. ഇവനതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. ഇവനതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലേ. ഇവൻ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എത്ര പേരുണ്ട് ഇതുപോലെ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ, അതായത് വൈഫിന് അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക്, നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഇതുപോലെ അതായത് ഈ നാപ്കിൻസ്, അതായത് ഇതിന് യൂസ് ചെയ്യുന്ന വിസ്പറോ അല്ലെങ്കിൽ സ്റ്റേ ഫ്രീ അങ്ങനെ ഏതെങ്കിലും നാപ്കിൻസൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ അറിവിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരുണ്ട്. അച്ഛനായിട്ടും അനിയന്മാരായിട്ടും ചേട്ടന്മാരായിട്ടും അഥവാ ഒരു പെൺകുട്ടിയാണെങ്കിലും അമ്മയാണെങ്കിലും ഒരു അനിയത്തിയാണെങ്കിലും വീട്ടിലെ സ്ത്രീകൾ ആരും ആയിക്കോട്ടെ, ആരൊക്കെയാണെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു പീരീഡ്സിൻ്റെ ഒരു ടൈമാണല്ലോ. അത് അവിടുത്തെ പുരുഷന്മാർക്ക്, ഇന്നത്തെ കാലത്ത് പുരുഷന്മാർക്ക് അത് മനസ്സിലാവും. ഇന്നത്തെ അച്ഛന്മാർക്കാണെങ്കിലും അനിയന്മാർക്കാണെങ്കിലും ആങ്ങളമാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും അത് മനസ്സിലായിട്ട് അവരത് ചോദിക്കുകയും ചെയ്യും, എന്താ മോളെ നിനക്ക് പറ്റിയ. അതായത് എൻ്റെയൊക്കെ ബ്രദർ എന്ന് പറയുമ്പോഴത്തേനും പുള്ളിക്കാരനൊക്കെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് വയ്യടി എന്നൊക്കെ ചോദിച്ച് നമുക്ക് വേണ്ട കെയറും തരുകയും ചെയ്യും. നമുക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അതായത് ഈവനൊന്ന് ഹോട്ട് വാട്ടർ ബാഗ്, ഒരു ചൂടുവെള്ളം വേണോ, അങ്ങനെയൊക്കെ പലതും ചോദിക്കുന്നത് എൻ്റെയൊക്കെ ബ്രദറിനൊക്കെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി തന്നെ ഞാൻ വളർന്നു വന്നേക്കണം. നമ്മളോട് ചോദിക്കും എന്നാ പറ്റി, നമുക്കൊരു എന്താ പറയണം, നമുക്ക് ഒരു ആശ്വാസ വാക്കുകൾ പറയുന്ന രീതിയിൽ എൻ്റെ ബ്രദറൊക്കെ എന്നോട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ വേറെ രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനോ എന്നൊക്കെ അങ്ങ് വിടും. അതുപോലത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തരാൻ വേണ്ടി വരെ ഇവർ നിൽക്കും. അതിനൊന്നും ഒരു മടിയും കാണിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെയാണ്. ഞാൻ പലയിടത്തും അതുപോലെ കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടേക്കുന്നതാണ്. ഇനി ഇവൻ പറയുന്ന കാര്യങ്ങളോട്ട് നമുക്കൊന്ന് കടന്നു നോക്കാം. ചേച്ചിക്ക് പീരീഡ്സ് ആണോ എന്ന് ചേച്ചിയുടെ മുഖം നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ അവൻ അത്രയും കഴിവുള്ളവനാണെങ്കിൽ അവൻ ഭയങ്കര കഴിവേറിയാണ് അവൻ.
അവനെ നമ്മൾ ഇവിടെ നിന്ന് നിർത്തേണ്ട. കഴിവേറി. ആ മകനെ പറയുന്നതാണ്, ഇവനെ പോലെയുള്ളവന്മാർ പറയണതാണ് കഴിവേറി. ഇവനെ പോലെ ഉള്ളവന്മാരെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പം പറയണ കഴിവ്. എടാ നിന്നെ ഞാൻ പച്ചയ്ക്ക് വിളിക്കണം, നീയാണ് ആ കഴിവേറ് എന്ന് പറയും. നിന്നെ പച്ചയ്ക്ക് വേറെ പലതുമാണ് വിളിക്കേണ്ടത്, പക്ഷെ ഇതൊരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നിന്നെയാണ് കഴിവേറിയെന്ന് ഒരക്ഷരം തെറ്റാതെ വിളിക്കാം. കാരണം നിനക്ക് ആ പേരിന് നന്നായിട്ട് അർഹതയുള്ള, നിനക്ക് മാത്രമേ ആ പേരിന് അർഹതയുള്ളൂ. കേട്ടോ മോനെ, ഉണ്ണിക്കഴിവേറി ആളല്ല. അവനെ കുറച്ചുകൂടെ വലിയൊരു സ്ഥലത്തേക്ക് വിടേണ്ട ആളാണ്. കാരണം സ്വന്തം ജനിപ്പിച്ച അമ്മയുടെ പറഞ്ഞു കേട്ടല്ലോ, അവനെ കുറച്ചുകൂടി വലിയ സ്ഥലത്തേക്ക് വിടേണ്ടതാണ്. ഇവനെയാണ് സത്യം പറഞ്ഞാൽ പഠിപ്പിക്കേണ്ടത്. എടാ നീയൊക്കെ എവിടെയാടാ പഠിച്ചത്? നിന്റെ വീട്ടുകാർ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഇതൊക്കെ ഉണ്ട്. സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കും, അത് സ്കൂളുകളിൽ നിന്നല്ലാതെ നമ്മുടെ വീട്ടിലുള്ള അവരുടെ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. അത് നമുക്ക് അവർ പറഞ്ഞു തന്നില്ലെങ്കിലും നമ്മൾ ആ കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ പഠിച്ചിരിക്കും. അങ്ങനെ ചില കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും അത് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും ഓരോരുത്തരും അതെങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെയൊക്കെ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയാണ് ഈ കാര്യം എന്ന് പറയുന്നത്. ഇവന് അതൊന്നും ഇവൻ പഠിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവൻ്റെ വീട്ടുകാരോട് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. ഒരു പെൺകുട്ടി പിറന്നാൽ, ഇവനൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊരു പാവം പിടിച്ച പെണ്ണുങ്ങളായിരിക്കുമല്ലോ. അവരൊക്കെ കഷ്ടകാലം. ഇവനെ പോലെയുള്ളവരുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, ഇവനെ പോലെ ഉള്ളവനൊക്കെ ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ ഭയങ്കര മോശമാണ്. എന്തായാലും നിനക്ക് തലക്കകത്ത് ഒരു വിവരവും ഇല്ല എന്നുള്ള കാര്യം ഈ വീഡിയോ കണ്ടപ്പോഴത്തേനും ഞങ്ങളെപ്പോലുള്ള സാധാരണ സ്ത്രീകൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അയാളുടെ സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു പീരീഡ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ വലിയ അഗ്രഗണ്യനായ ഒരു കഴിവൊന്നും വേണ്ട. അവരുടെ വേദനയും അവരുടെ ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ അതൊരു നേട്ടം തന്നെയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് നിനക്കില്ലാതെ പോയതും ആ കൊച്ചിനുള്ളതുമായ കാര്യം. മനസ്സിലായോ നിനക്ക്? ഒരു സ്ത്രീ ഒരു ആർത്തവത്തിൻ്റെ ടൈമിൽ കൂടെ കടന്നു പോകാൻ നേരത്ത് അവൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷങ്ങളും പിന്നെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ഒരു മകന് കഴിവുണ്ടെങ്കിൽ തന്നെ ആ മകൻ ഒരു നല്ലൊരു ഭർത്താവാനൊക്കെ ഉള്ള കഴിവുള്ള ചെറുക്കനാണ്. ഒരു പെണ്ണിൻ്റെ എല്ലാത്തരം മാനസിക അവസ്ഥകളും മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ആ കൊച്ചിനുണ്ട്. അതാണ് ആ അമ്മ ഉദ്ദേശിക്കുന്നത്. അതാണ് ആ അമ്മ അഭിമാനത്തോടെ പറയുന്നത്. നീ അതിനെ വളച്ചൊടിക്കാൻ നിൽക്കുന്നു, ആ കൊച്ചിനെ കയറി നീ കഴിവേറിയെന്ന് വിളിക്കാൻ നിൽക്കുന്നു. നിനക്ക് നാണമില്ലേടാ മോനെ? നമ്മൾ ഈ തെക്ക് വടക്ക് ഭാഗങ്ങളിലോട്ട് ഒരു പേര് വിളിക്കും. ചേച്ചി അത് ഞാൻ പറയണില്ല, പറഞ്ഞെന്താണെന്നറിയോ? ചേച്ചിക്ക് സങ്കടവും. എടാ ആ ചേച്ചി സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിന്നെപ്പോലുള്ള വിവരമില്ലായ്മ കാണിക്കുന്ന അവന്മാരെയുള്ള കുടുംബക്കാരാണ് സങ്കടപ്പെടേണ്ടത്. ആ ചേച്ചിക്ക് അത് അഭിമാനം, അങ്ങനെയുള്ള മക്കളെ കിട്ടാൻ തന്നെ വേണം ഒരു പുണ്യം ചെയ്യാനായിട്ട്. നിന്നെപ്പോലുള്ള മകനൊക്കെ ഉണ്ടെങ്കിലല്ലേ, ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവരാണ് ഭാഗ്യം കിട്ടവരെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആദ്യം പോയി തുണി കൊടുത്തിട്ട് വാടാ ചെറുപ്പം. ഓക്കെ, നമ്മുടെ ഒന്നും കുടുംബങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ 4-5 പെണ്ണുങ്ങളുണ്ട്. പക്ഷെ ഒരാളും ചിലപ്പോൾ ഈ സാധനം മേടിച്ചുകൊണ്ട് വരുമോ എന്ന് പോലും ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് നമ്മളിതുവരെ കേട്ടിട്ടില്ല. അതിപ്പോൾ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. പക്ഷെ ഇങ്ങനെയുള്ള തൊഴുത്തിൽ കുത്തികളായിട്ടുള്ള കുറെ സ്ത്രീകൾക്കും മക്കൾക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അയ്യോ, ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം, അത് മതം വെച്ചിട്ടൊരു കളി കളിക്കാൻ നോക്കുവാണേ. ഇങ്ങനെ തൊഴുത്തിൽ കുത്തികളാണെന്ന്. അതായത് ഈ മനീഷ എന്ന് പറയുന്നവര് ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ തൊഴുത്തിൽ കുത്തികളാണെന്നാണ് ഇവൻ പറയണേ. പൊന്ന് ഉണ്ണി കഴിവേറി നിന്നല്ലേ എടാ, നിന്നെയൊക്കെ വിളിക്കേണ്ട പേര് വേറെയാ. അത് ഞാനിവിടെ പറയുന്നില്ല. നീ ഇത് ഓർത്ത് വെച്ചോ. നീ പറഞ്ഞല്ലോ 4-5 പെണ്ണുങ്ങൾ നിന്റെ കുടുംബത്തുണ്ടെന്ന് നീ പറഞ്ഞല്ലോ. അന്ന് അവരോടൊന്ന് പറയണേ, ഇവനെ പോലെ ഒരു ഭർത്താവിനെ ആണെങ്കിലും ഇവനെ പോലെ ഒരു മകനെ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ഭയങ്കര ഭാഗ്യമില്ലാത്തവരെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇവനൊരു സ്ത്രീയുടെ അവസ്ഥയോ ഒരു മാനസികാവസ്ഥയോ ഒന്നും തന്നെ മനസ്സിലാക്കാനും കഴിയില്ല. നിങ്ങൾക്കൊരു വേദന വരുമ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊക്കെ ഇതുപോലൊരു സിറ്റുവേഷൻ വരും, ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു തരി നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകാൻ നേരത്തെ ഇവൻ്റെ ഒരു മനസ്സിൽ നിന്ന് ഒരു കരുണ പോലും ഉണ്ടാവത്തില്ല. അത്രയും ഒരു നീച മനുഷ്യനാണ് ഇവനെ പോലുള്ളവന്മാരെ ഇന്നത്തെ കാലത്ത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇവനെന്ന് പറഞ്ഞാൽ ഇവനൊരു നികൃഷ്ട ജീവിയാണ് ഈ കഴിവേറി എന്ന് പറയുന്നത്. ഇവനാണ് ആ കഴിവേറി. നീയാണ് ഉണ്ണി മോനെ ആ കഴിവേറി. നീ അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ.